ചേട്ടൻ പോന്നേ? പുള്ളിമുറിയിലാണോ? ഞാനങ്ങോട്ട് പോയതേ ഉള്ളു. എടുക്കാൻ പോയതാണോ? നീ എപ്പോഴും എഴുതി പറയുന്നത് എന്താ പറയുന്നത്? അതാണ് അടിച്ചു കഴിയുമ്പല്ലേ ഞാൻ പറയുന്നത്. അടിക്കുമ്പല്ലേ പറയുന്നത്. എന്തോ പാലാണോ നോക്കുന്നത്? വാങ്ങിച്ചോണ്ട് വന്നല്ലേ ഇപ്പോഴും. പാലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പാലില്ലായിരുന്നല്ലോ. ഞാൻ പോയി വേണ്ട പാല് ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ പോയത് കാര്യമായിട്ട് മുഹൂർത്തത്തിന് പോയി പാല് വാങ്ങിക്കാൻ തീരുമാനം. ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയോ ഒന്നാല് അടിച്ചിങ്ങനെ പല പല പാർട്സ് ഇങ്ങനെ വീർപ്പിക്കുക. എന്തോ രോഗമാണോ വീട്ടിൽ ഇത്രയും രോഗം? ബ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ച് ഇങ്ങനെ വീർപ്പിക്കാൻ ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക. ഞാൻ സൈഡ് എടുത്തതാ. ചായ കുടിക്കാറില്ലല്ലോ. കടലാസിലെ പ്ലാസ്റ്റിക് കടലാസിൽ കെട്ടി ഗ്യാസ് ഒന്നും അല്ലത് അവന്മാരിൽ അടിക്കുന്നില്ലയോ. അടിച്ചിങ്ങനെ വീർപ്പിക്കുക, പല ഇലകള കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും അടിച്ച് കൊല്ലാനായിട്ട് നോക്കുക. ഇതൊക്കെ ഇതിനകത്തുണ്ട് കൂട്ടിനകത്ത്. എന്തെങ്കിലും തിരുമ്പഴത്തേന് അങ്ങ് വീർക്കുവോ? തിരുമ്പഴത്തേന് നമ്മൾ വീർക്കുവോ? അല്ല എന്തോ തിന്നുന്നത് ദഹിക്കണം, ദഹിക്കുമ്പോ അങ്ങ് വീർക്കുവോ? അങ്ങനെയാണെങ്കിൽ ഈ ഇന്നിടുന്ന ഉടുപ്പൊന്നും നാളെ ഇടാൻ പറ്റത്തില്ലല്ലോ. അത് ഞാൻ ചോദിക്കാം. ഇന്ന് ഇടുന്ന ഉടുപ്പ് നാളെ ഇടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വണ്ണം കുറയുന്നു. വീർത്താൻ പിന്നെ കുറയുന്നില്ല വണ്ണം.
ഇന്ന് രാവിലെ ഒന്നും ഇല്ല. ഇപ്പൊ അങ്ങോട്ടൊന്ന് പോയി തിരിച്ചു വന്നപ്പോഴത്തേന് അങ്ങ് കൂടി. പല പല വേലകളാ. ഇവിടെ ഒത്തിരി വീർപ്പിച്ചില്ല. ഇവിടെയൊക്കെ ഇച്ചിരി വീർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി മെലിഞ്ഞായിരുന്നല്ലോ പോയത്. തിരിച്ചു വന്നപ്പോഴത്തേനും നമ്മളെ കണ്ട് എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെയോ കണ്ട് എല്ലാം മനസ്സിലാക്കി. മെലിഞ്ഞെന്ന് അറിഞ്ഞപ്പോഴത്തേനും കൂട്ടിയതാണ്. നമ്മൾ ചേനയാ തിന്നുന്നത്. ഇന്നലെ ഇന്ന് ചേനയെ തിന്നുള്ളൂ. അന്നേരമോ ചേന തിന്നാലേ വെള്ളം കുറയുക, നല്ല ഹൃദയത്തിന് നല്ല ഇത് വരിക, പിന്നെ ഈസ്ട്രജൻ ഓരോ നല്ല നല്ല ഹോർമോണ്. ചോറ് കഴിച്ചിരിക്കുന്നില്ലയോ? ഇതൊക്കെയാ ചേന തിന്നുന്നതുകൊണ്ടുള്ള ഗുണം. ഇന്നലെ ഒരു വറ്റി ചോറ് തിന്നിട്ടില്ല. അപ്പൊ മണ്ണ് കുറയുകയല്ലേ വേണ്ടത്. ആൾക്കാർ 3 നേരം തിന്നും, ഞാൻ 1 നേരം തിന്നുന്നുള്ളൂ. എന്ത് എന്നിട്ട് എന്റെ അടുത്ത് ഈ ബുദ്ധി എന്തുവാ മനസ്സിലാവുന്ന എന്ത് സോക്കേടെന്നുള്ളത്. എന്താ ഇത് ഞാൻ പറയുന്നത്, എന്റെ വയറ് ടെസ്റ്റ് ചെയ്യാൻ പറയും. വയറ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചോറിൽ ഇവന്മാരെ റെഡിയാക്കണം. അഹങ്കാരം കൊടുക്ക, അഹങ്കാരം. നമുക്കെല്ലാം ഏത് തോന്നിയാസം എടുക്കണം. തോന്നിയാസം ഇങ്ങോട്ട് വേണ്ട. 40 രൂപയേ ഉള്ളൂ 1 കിലോ ചേനയ്ക്ക്. ചോറിന്റെ വിലയേ ഉള്ളത്. 40 രൂപയായിരിക്കും. അതിൽ കൂടുതലല്ലേ? ചേനയ്ക്ക് 1 കിലോയ്ക്ക് 40 ഉള്ളൂ. 1 300 52 രൂപയുണ്ട്. അപ്പോഴും ചേന നല്ലതാണ്. പല പല ഗുണങ്ങളാണ്. ഇവിടെ ചേന നട്ട ഉണ്ടാവുമോ? ഇത് ഒരു മഴ പെയ്തില്ലേ? മഴ പെയ്തില്ലേ? ഇച്ചിരി വിളിച്ചിട്ടുണ്ട്. ഇച്ചിരി വിളിച്ചിട്ടുണ്ടോ? ഇനിയിപ്പം ഓണക്കല്ലേ വരാൻ പോകുന്നത്. ഇനിയിപ്പം മഴ വരുന്നതിന് മുമ്പ് ഒറ്റ മൂട് വേണമെങ്കിൽ മഴ വരുന്നതിനൊക്കെ മുന്നേ കൂട്ടി ഉണങ്ങണം. എന്തെങ്കിലും പോയിട്ട് വരാതിരിക്കത്തില്ല. ഏപ്രിലിൽ കൂട്ടും. ഏപ്രിൽ ആദ്യം ഒത്തിരി നേരമൊന്നും കൂട്ടണ്ട. ഇതുപോലെ ഒന്നും ഇത് ഒരുപാട് മോശമല്ലായിരുന്നു. എല്ലാം കൂടെ 2.5 മണിക്കൂർ കൂട്ടുന്നു. എല്ലാവരും ഒന്ന് 2.5 മണിക്കൂറൊന്നും കൂട്ടില്ല. ഉള്ള വൈകെല്ലാം എന്തോ നട്ടിട്ടാണ്. എന്തുവാണ് ഇത്? അമ്മയിട്ട് വലിച്ചോണ്ട് പോന്നപ്പോഴേക്ക് താഴെ വീണത്. ചന്തിയും എല്ലാം അടിച്ചങ്ങ് വീർപ്പിക്കുക. ഭയങ്കര രോഗമല്ലേ. എന്താ കണ്ടുപിടിച്ചത്? നിനക്കറിയത്തില്ലൊന്നും ചെയ്യാൻ. പിന്നെ ഞാനിത് നോക്കി നടക്കുമല്ലോ. ഇപ്പൊ ഓരോരുത്തരും ചെയ്യുന്നല്ലോ. ഇത് ഏതാണ്ടൊക്കെ ഷിപ്പൊക്കെ നമ്മുടെ ദേഹത്തെങ്ങാണ്ട് ഇതാക്കാൻ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണമെന്നല്ല. എന്തൊക്കെയോ ഉണ്ടെന്തായാലും നമ്മുടെ ദേഹത്തോ ചെരുപ്പേലോ. അവൻ ഇവിടെ കയറിയതിന് ശേഷമാണ് ഞാൻ എറണാകുളത്ത് പോയ